പാർവതി പുത്തനാർ നവീകരണം നിലച്ചതാണ് തിരുവനന്തപുരത്ത് ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം. പാർവതി പുത്തനാറിൽ മാലിന്യവും കാടും മൂടിയതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണവും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇത്ര നേരം മഴയുടെ കെടുതികളും പ്രശ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കാണിച്ചു തരാം. ഇത് പാർവതി പുത്തനാറാണ്. അതിന് മുകളിലാണ് ഇത്തരത്തിൽ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ളത്. അതോടൊപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന വനം വളർത്തുന്ന അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണ് പാർവതി പുത്തനാർ. അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ നഗരത്തിലെ വെള്ളക്കെട്ടിനും ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾക്കും കാരണവും ഇതുതന്നെയാണ്. കാരണം ഈ മലിന ജലം ഒഴുകി കടലിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മാലിന്യമെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ പാർവതി പുത്തനാറിലേക്കാണ് നഗരത്തിൽ നിന്ന് വരുന്ന ഈ മഴവെള്ളം എത്തേണ്ടത്. ഈ പാർവതി പുത്തനാറിലേക്കാണ്. പല തോടുകൾ വഴിയാണ് അത് എത്തുക. പക്ഷേ അത് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാഴ്ചകൾ കൂടിയൊക്കെ ഒന്ന് കാണാം. ഇത് പാർവതി പുത്തനാറാണ്. ഇത് പണ്ട് നിങ്ങൾ ഇവിടെ നീന്തി കുളിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? നീന്തി കുളിച്ചാറാണ്. നമ്മളിവിടെ ഈ പാലത്തിന് ചാടി നേരെ നീന്തി പൊന്നറ പാലം വരെ പോകും. ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല. ഇവിടുത്തെ ഒരു പ്രതിസന്ധിക്ക് ഈ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണം എന്താണ്? ഇത് ഡ്രെയിനേജും അങ്ങനെയുള്ള പദ്ധതിയൊന്നും ഈ ഭാഗം ഇല്ല. പിന്നെ പാവങ്ങൾ വെളിയിൽ നിന്ന് എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഇങ്ങ് തള്ളും. ഇവിടെ ഉള്ളവർ തള്ളുന്നതല്ല. വണ്ടികളിൽ വന്നിട്ട് അവിടെ തള്ളിയിട്ട് പോകും. സ്ഥലവാസികൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മാത്രമേ ഈ ഭാഗമുള്ളൂ, അല്ലാതെ വേറെ ആരും ഇല്ല. ഈ അങ്ങും ഇങ്ങും താമസിക്കുന്നത് വേസ്റ്റ് തള്ളും. ഈ വെള്ളം ബ്ലോക്കായി കിടക്കണം. അത് ഒന്നും ചെയ്യാനുള്ള സൗകര്യം ചെയ്യാനും ഒരു ഇതും മാർഗവും ഇപ്പം ഇല്ല. ഈ ആമയൻ തോടില്ലേ, തോടിൽ നിന്നുള്ള വെള്ളം എല്ലാം കൊണ്ടുവന്നു ഇതിലാണ് ഡ്രെയിനേജ് തോട് കംപ്ലീറ്റും വന്ന വഴി വരുന്നത് ഇവിടെയാണ്. മാറി മാറി പറഞ്ഞ സർക്കാർ എല്ലാം ക്ലിയർ ചെയ്യുമെന്ന് പറയണമെന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഇത് എത്ര കോടി രൂപ ഇതിനു വേണ്ടിയൊക്കെ മുടക്കുന്നതാണ്. പക്ഷെ ഇതൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല അല്ലേ? വണ്ടി എല്ലാം എടുത്തുകൊണ്ട് പോയാണ്. അതിനുശേഷം ഒന്നും ഇത് തിരിഞ്ഞു ഇവിടെ നോക്കിയിട്ടില്ല. ലോഡ് കണക്കിന് മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ആരും വന്ന് തിരിഞ്ഞു നോക്കാനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കിടക്കുന്നുണ്ട്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തോടാണോ എന്ന് തന്നെ സംശയം തോന്നും. കാരണം അത്രമാത്രമാണ് വലിയ മരങ്ങളൊക്കെ ഈ തോട്ടിനുള്ളിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇതൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതൊന്നും നടപ്പിലാകുന്നതായി കാണുന്നില്ല. പിന്നെ KSRTC ബസ് തടയുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എളുപ്പം. ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അധികൃതർ ഒന്നും, പ്രത്യേകിച്ച് മേയർ അടക്കമുള്ളവരൊന്നും തന്നെ ഈ പ്രദേശത്തേക്ക് ഈ പ്രശ്നങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തത്. മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതൊക്കെ നവീകരിക്കും, ഇതിനൊക്കെ പ്രത്യേകമായി പദ്ധതികൾ കൊണ്ടുവരുമെന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. ഒരുപക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഗൂഢാലോചന മാധ്യമങ്ങൾക്ക് മേളിൽ പഴിചാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഏതായാലും ഈ കാണുന്നതൊക്കെയാണ് സ്ഥിതി. ഓരോ മഴക്കാലവും തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ക്യാമറമാൻ ശ്യാമിനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.